എറണാകുളം മൂവാറ്റുപുഴയിലെ നഗരസഭാ ടൗൺ ഹാൾ ശോചനീയാവസ്ഥയിൽ. നവീകരണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലായതോടെയാണ് കെട്ടിടം നശിച്ചു തുടങ്ങിയത്. ജീർണാവസ്ഥയിലുള്ള ടൗൺ ഹാളും പരിസരവും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നവീകരണം വൈകിയതോടെ മൂവാറ്റുപുഴ ടൗൺ ഹാളിന്റെ പിൻഭാഗം പൂർണ്ണമായും കാടുമൂടിയ അവസ്ഥയിലാണ്. കെട്ടിടവും ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ നിലയിലാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതിന്റെ നവീകരണത്തിനായി 1.5 കോടി രൂപയുടെ പദ്ധതിയാണ് നഗരസഭ ആവിഷ്കരിച്ചത്. പ്രാഥമിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആരംഭിച്ചെങ്കിലും ഒരു സുപ്രഭാതത്തിലെല്ലാം നിശ്ചലമായി. 2024-25 സാമ്പത്തിക വർഷത്തിൽ 50 ലക്ഷം രൂപയും 2025-26 കാലയളവിൽ 1 കോടി രൂപയും ഉൾപ്പെടെ ആകെ 1.5 കോടിയുടെ നവീകരണ ജോലികളാണ് തുടങ്ങിയത്. ഇതിനിടെയാണ് ടൗൺ ഹാളിന് സമീപത്തുകൂടി കടന്നു പോകുന്ന പുതിയ പാലം പ്രഖ്യാപിച്ചത്. ഇതോടെ കെട്ടിടം പൊളിച്ചു നീക്കേണ്ടി വരുമോ എന്ന സംശയം ഉടലെടുത്തു. തുടർന്നാണ് നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചത്. ടൗൺ ഹാളിൻ്റെ പരിസരം വളരെയധികം മോശമായിട്ട് കിടക്കുന്ന രീതിയാണുള്ളത്. പഴകി കേടുവന്ന് തുരുമ്പിച്ച വണ്ടികളും അതുപോലെ തന്നെ കുറേ കസേരകളും മേശകളും ടൗണിൽ നിന്ന് ചെത്തുന്ന പുല്ലാണെന്ന് തോന്നുന്നു. അതൊക്കെ കൊണ്ട് കൂട്ടിയിടാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ ടൗൺ ഹാളിൻ്റെ പരിസരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്ഥലം സജ്ജീകരിക്കേണ്ടത് നഗരസഭയുടെ ഭരണാധികാരികളാണെന്നിരിക്കെ അതൊന്നും നോക്കാനുള്ള സമയം ഭരണാധികാരികൾക്ക് ഇന്ന് നിലച്ചു പോയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. വർഷാവർഷം അറ്റകുറ്റപ്പണികൾക്കായി ലക്ഷങ്ങൾ ചെലവാക്കുന്നതല്ലാതെ കെട്ടിടത്തിന് കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകാറില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിനു പകരം കാലപ്പഴക്കം നേരിടുന്ന കെട്ടിടം പൊളിച്ച് പുതിയ ടൗൺ ഹാൾ നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 എറണാകുളം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.